ഈ യൂറിക് ആസിഡ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ഇറച്ചി മീനൊക്കെ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അമോണിയ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അത് ലിവർ അതിനെ ടോക്സിക് ആയത് കാരണം യൂറിയക്ക് കൺവേർട്ട് ചെയ്ത് കിഡ്നി വഴി പുറത്തേക്ക് തള്ളുന്നത്. അതാണ് യൂറിയ. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി ഓക്സിഡന്റ് ആണത്. അതിന്റെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഈ യൂറിക് ആസിഡ് കൂടണത് പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് കൂടണതെന്നാണ് പറയണത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെഡ് മീറ്റ്, ഓർഗൺ മീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ ക്രൂസിഫർ വെജിറ്റബിൾസ് എന്നും പറഞ്ഞിട്ട് വരുന്ന കുറെ സാധനങ്ങളുണ്ട്. കടല, പരിപ്പ്, പയറ്, അതേപോലെ തന്നെ ഈ പറയുന്ന കോളിഫ്ലവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഈ പറയുന്ന ബ്രൊക്കോളി, ഇതൊക്കെ ഈ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് ഈ യൂറിക് ആസിഡ് കൂട്ടും. പക്ഷേ ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഗ്ലൈസമിക് ലോഡ് കൂടിയ ഭക്ഷണങ്ങൾ, അതായത് ഹൈ ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ, അതേപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളിലൊക്കെ ഈ പറയണ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആയിട്ടുള്ള GI കൂടിയ ഭക്ഷണങ്ങളാണ്. അതൊക്കെ നമുക്ക് ഈ പറയണ ഈ യൂറിക് ആസിഡിന്റെ ടെൻഡൻസി ഉള്ള DNA ഉള്ളവരിലൊക്കെ പെട്ടെന്ന് കൂട്ടും. ഇതിന്റെ ഒരു പ്രശ്നം തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് ഉപ്പൂറ്റിക്ക് വേദന വരും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് യൂറിക് ആസിഡിന്റെ മരുന്ന് കഴിക്കുമ്പോൾ അതങ്ങോട്ട് കളയും. ഇതിന്റെ പ്രശ്നം തുടങ്ങണത് അതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിലിന്റെ സ്റ്റിഫ്നെസ് കൂടും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജോയിന്റ് ഇടക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റിന് നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്ക് മൂവ്മെന്റ് കിട്ടത്തില്ല. അപ്പൊ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴേക്കും ഈ പെയിൻ അങ്ങാട് പോകും. പക്ഷേ ഇത് ഇതിന്റെ ഈ മസിലിന് സ്റ്റിഫ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലാക്സ് ആവണമെങ്കിൽ പിന്നെയും ഒരുപാട് ദിവസങ്ങൾ എടുക്കും. ഇത് നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിന്റെ അവിടെയൊക്കെ ഈ സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, പെയിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഈ ഇത് മാറിയാലും നമ്മൾ ഇത് വെച്ച് നടക്കണില്ല. മസിൽ സ്റ്റിഫ്നെസ് വരുമ്പോഴേക്കും ലോഡ് കൂടുതലും നമ്മുടെ മുട്ടിലേക്ക് പോകും. മുട്ടിനുള്ള തേയ്മാനം ഉണ്ടാകും. ഇതൊക്കെ ഒരു വർഷം കൊണ്ടൊന്നും സംഭവിക്കണമല്ലോ, വർഷങ്ങൾ എടുത്തിട്ട് സംഭവിക്കണം. പലരും തേയ്മാനത്തിന്റെ അവസാന സ്റ്റേജിൽ, മുട്ടുമാറ്റി വെക്കേണ്ട സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാഫ് മസിൽ സ്റ്റിഫ് ആവുന്നത് ഹാർട്ടിനെ വരെ ബാധിക്കും. അപ്പൊ അത് വേറൊരു കാരണം. പിന്നെ ടോട്ടലി മസിലിന്റെ സ്റ്റിഫ്നെസ് വരുന്ന മെറ്റാബോളിസം കുറയുന്ന കാരണം നമ്മുടെ ടോട്ടൽ മെറ്റാബോളിസം, ബോഡിയുടെ മെറ്റാബോളിസത്തിൽ കുറവ് വരും. അത് നമുക്ക് ഷുഗറിലേക്ക് നയിക്കാം. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണല്ലോ ഒരു യൂറിക് ആസിഡ് കൂടാനുള്ള പ്രശ്നം.